സുമൻ ഒരു സമ്പത്തുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു. അവൾക്ക് പാവപ്പെട്ടവരെ കണ്ടാൽ തീരെ ഇഷ്ടമില്ലായിരുന്നു. അവരോട് സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലായിരുന്നു. അവൾക്ക് താൻ ധനികയാണെന്നൊരു അഹങ്കാരമുണ്ടായിരുന്നു. സുമന്റെ വീട്ടിൽ ശിവാനി എന്ന പേരുള്ള ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. അവർക്കൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് കുസും. കുസും വളരെ നല്ലവളായിരുന്നു, പിന്നെ സത്യസന്ധയുമായിരുന്നു. ഒരു ദിവസം സുമന്റെ വീട്ടിൽ പാർട്ടി നടക്കുകയായിരുന്നു. സുമൻ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ ക്ഷണിച്ചു. പക്ഷെ കുഷനോട് അവിടെ വരരുതെന്ന് പറഞ്ഞു. കുസും, രാത്രി എന്റെ വീട്ടിൽ പാർട്ടി ഉണ്ട്. നീയും നിന്റെ മമ്മിയും ഇവിടെ ഒന്നും വരരുതേ. എന്തു പറ്റി മുതലാളിയമ്മേ? എന്തുകൊണ്ട് ഞാൻ വരരുത്? എനിക്കും പാർട്ടിക്ക് വരാൻ ആഗ്രഹം. ഇല്ല ഇല്ല, നീയൊന്നും വരാൻ പാടില്ല. നീ ഒരു പാവപ്പെട്ടവളാണ്. പിന്നെ ഒരു കാശില്ലാത്തവൾ എന്റെ പാർട്ടിയിലോ? അതൊന്നും സാധ്യമേ അല്ല. കുസും വളരെ വിഷമത്തോടെ അവിടെ നിന്നും പോയി. വീട്ടിൽ ചെന്ന് ഒരുപാട് വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ അമ്മ അവിടെ എത്തി. കുസും, എന്തു പറ്റി മോളെ? നീ എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല അമ്മേ, സുമന്റെ വീട്ടിൽ പാർട്ടി. ഞാനും പാർട്ടിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. ഇന്ന് ഒരുപാട് വ്യത്യസ്തമായ ടേസ്റ്റുള്ള ഫുഡൊക്കെ അവര് കഴിക്കും. അതായത് ബർഗർ, പിസ്സ, മോമോ, ചാമീൻ. എനിക്കും ഇതൊക്കെ കഴിക്കണം. കണ്ണാ, നമ്മൾ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല മോളെ. നമ്മുടെ അടുത്ത് അത്രയും കാശില്ല മോളെ. പക്ഷേ നീ വിഷമിക്കല്ലേ, അമ്മ നിനക്ക് നല്ല രുചിയുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി തരാം മോളെ. അടുത്ത ദിവസം സുമന്റെ വീട്ടിൽ പാർട്ടി നടക്കുകയായിരുന്നു. അവിടെ അവളുടെ ഒരുപാട് കൂട്ടുകാർ വന്നിരുന്നു. കഴിക്കാൻ ഒരുപാട് വിധവിധമായ ആഹാരം ഉണ്ടായിരുന്നു. അതായത് ബർഗർ, പന്നീർ, പിസ്സ. എല്ലാരും പാർട്ടി എൻജോയ് ചെയ്യുകയായിരുന്നു. അന്ന് ഒരുപാട് ജോലിയായതുകൊണ്ട് ശിവാനി തളർന്നുപോയി. ശിവാനിക്ക് അസുഖം പിടിച്ചു. അവൾ കുസുമിനോട് പറഞ്ഞു, മോളെ, എനിക്ക് തീരെ സുഖമില്ല. നീ ഒന്ന് ചെയ്. ഇന്ന് നീ സുഗന്റെ വീട്ടിൽ ചെന്ന് ജോലി ചെയ്യുമോളെ. പിന്നെ എനിക്ക് സുഖമില്ലാത്ത കാര്യം അവരോട് പറയ്. കുസുമും അവിടേക്ക് പോയി. കുസുമിനെ കണ്ടപ്പോൾ സുമൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു, കുസും, ഇന്നലെ പാർട്ടി നല്ല ജോളിയായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു. ഇത് നല്ല കാര്യമല്ലേ? പാർട്ടിയെങ്കിൽ എൻജോയ് ചെയ്തല്ലേ പറ്റൂ. ആ, പാർട്ടിയിൽ കുറച്ച് ആഹാരം ബാലൻസ് വന്നു. നീ അത് എടുത്തുകൊണ്ട് പോ, എന്നിട്ട് കഴിച്ചോ. എന്തെന്നാൽ അത് അത്ര ടേസ്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ആരും കഴിച്ചില്ല. പക്ഷെ അത് ചീത്തയായി കാണില്ലേ? അതുകൊണ്ടെന്താ, നിന്നെപ്പോലെ ഉള്ളവർക്ക് അതൊക്കെ മതി. നിനക്കൊക്കെ ഇത് തന്നെ കിട്ടുന്നത് അധികമാ. നിങ്ങൾ അതൊക്കെയല്ലേ കഴിക്കുന്നത്? പരിപ്പ്, ചോറ്, റൊട്ടി. പിന്നെ ഇത്രയും സ്റ്റാൻഡേർഡായ ഫുഡ്, പിസ്സ, ചാമീൻ, റൊട്ടി നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇന്നലത്തത് കഴിച്ചോ. എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ട് നീ ടേസ്റ്റ് ചെയ്ത് നോക്കെന്ന് പറഞ്ഞു. നീയും ഓർമ്മ വെച്ചിരിക്കുമല്ലോ. കുസും ആ ആഹാരവും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവൾ അമ്മയോട് നടന്നതൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല മോളെ, ആ ആഹാരം നീ എന്റെ കയ്യിൽ താ. ആഹാര സാധനങ്ങളെ ഒരിക്കലും കളിയാക്കരുത്. ആഹാരം ഒരുപാട് കഷ്ടപ്പെട്ടാലേ കിട്ടത്തുള്ളൂ. കുഴപ്പമില്ല, പഴയതാണെങ്കിൽ എന്താ? ഞാൻ ഇത് വെച്ച് നിനക്കൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരാം മോളെ. പിന്നെ നീ ഇത് അടയാളം പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല, ഏതാണ് പഴയത് ഏതാണ് പുതിയതെന്ന്. ശിവാനി ആഹാരവും കൊണ്ട് കിച്ചണിലേക്ക് പോയി. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഉണ്ടാക്കി. കുസും അത് കഴിച്ചിട്ട് പറഞ്ഞു, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അമ്മേ. നിങ്ങൾ ഈ ആഹാരത്തിനൊരു നല്ല രൂപം തന്നെ നൽകി. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ടമ്മേ. വേസ്റ്റ് ഫുഡിനെ പോലും നിങ്ങൾ ഇത്രയും രുചിയുള്ളതാക്കിയില്ലേ. എനിക്കിനി പണക്കാരുടെ ഫുഡൊന്നും വേണ്ട. എന്തെന്നാൽ പണക്കാർ ചെയ്യുന്ന ഫുഡൊക്കെ എന്റെ അമ്മയെ കൊണ്ടും ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കമ്മേ, എന്തുകൊണ്ട് നിങ്ങളൊരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തുകൂടാ? മോളെ, അത്രയും കാശിന് നമ്മൾ എവിടെ പോകാനാ? നമ്മുടെ വിശപ്പിനുള്ള ആഹാരം കിട്ടിയാലേ അതേ നമുക്ക് വലുതാണ് മോളെ. മോളെ, ഞാൻ നിന്റെയും അച്ഛന്റെയും വിശപ്പ് മാറ്റിയാൽ അതേ എനിക്ക് വലുതാണ് മോളെ. കുറച്ചു ദിവസത്തിന് ശേഷം ഗ്രാമത്തിൽ ഒരു റെസിപ്പി കോമ്പറ്റീഷൻ നടന്നു. അതിൽ സുമനും ശിവാനിയും പങ്കെടുത്തു. ശിവാനി ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്തു. അപ്പോഴാണ് അവൾക്ക് അവളുടെ തെറ്റ് മനസ്സിലായത്. പിന്നെ അവൾ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ ആന്റി, ഞാൻ നിങ്ങളെ പാവപ്പെട്ടവർ അങ്ങനെ ഇങ്ങനെയെന്ന് ഒരുപാട് കളിയാക്കി. നിങ്ങൾ കാശില്ലെങ്കിലും പണക്കാരാണ്. പക്ഷേ ഞാൻ കാശുണ്ടായിട്ടും ഒരു പാവപ്പെട്ടവളാണ്. നിങ്ങളെ കൊണ്ട് ഓരോരോ വിഷയവും വളരെ ഭംഗിയായി മോഡിഫൈ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ എനിക്ക് ആഹാരം പോലും ചെയ്യാൻ അറിയില്ല. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഒരു ദിവസം നീയും നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും. പക്ഷെ ആരെയും അപമതിക്കല്ലേ, പ്രത്യേകിച്ച് ആഹാരത്തിന്റെ കാര്യത്തിൽ പാടില്ല. ശിവാനി കോമ്പറ്റീഷനിൽ ജയിച്ചതിന് ശേഷം സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് തുടങ്ങി. അവിടെ അവൾ വെസ്റ്റേൺ രീതിയിലുള്ള ഒരുപാട് ഫുഡുകൾ പാകം ചെയ്തു. അത് കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോഴാണ് കുസും അവിടേക്ക് വന്നത്. അവൾ പറഞ്ഞു, നിങ്ങൾ ഇത്രയും ടേസ്റ്റായി ആഹാരം ചെയ്യുന്നു. ഇതിനോടൊപ്പം നിങ്ങൾ എല്ലാവർക്കും ആഹാരം പാകം ചെയ്യാനും പറഞ്ഞു കൊടുക്കാമല്ലോ. എന്തെന്നാൽ സുമനെ പോലെയുള്ള ഒരുപാട് കുട്ടികൾക്ക് ആഹാരം ചെയ്യാൻ അറിയില്ല. അവരും പഠിക്കുമല്ലോ.
അതെ കുസും, നീ പറയുന്നത് ശരിയാണ്. ആന്റി, ഞങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞങ്ങളും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞു തരുമല്ലോ? തീർച്ചയായും മോളെ. ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് കുക്കിംഗ് ക്ലാസ്സും എടുക്കാം. എന്നിട്ട് ആഹാരം ചെയ്യാനും നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ നിങ്ങളൊക്കെ അടിപൊളിയായി ആഹാരം ഉണ്ടാക്കും. പിന്നെ എല്ലാരും നിന്നെ പ്രശംസിച്ചു പറയും. ഒരു പെണ്ണ് തീർച്ചയായിട്ടും ആഹാരം ചെയ്യാൻ പഠിച്ചിരിക്കണം. അതാണ് അവർക്കുള്ള നല്ല ഗുണങ്ങളിൽ ഒന്ന്. എന്നിട്ട് ശിവാനി കുറെ കുട്ടികൾക്ക് ആഹാരം ചെയ്യാനും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ശിവാനി ഒരു വലിയ ധനികയായി. എന്നിട്ട് അവൾ വളരെ സന്തോഷത്തോടെ കുടുംബത്തോടെ ജീവിച്ചു. ശിവാനി ഇതുപോലെയുള്ള കുട്ടികൾക്ക് ആഹാരം ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. അവരോട് കാശ് വാങ്ങിക്കില്ല. പിന്നെ ശിവാനിയെ കുറിച്ച് നാടാകെ സംസാരിക്കാൻ തുടങ്ങി. റെസ്റ്റോറന്റിലേക്ക് എല്ലാരും ആഹാരം കഴിക്കാൻ എത്തും. പിന്നെ ആർക്കൊക്കെ ആഹാരം ഉണ്ടാക്കാൻ അറിയില്ലയോ അവരെല്ലാരും ശിവാനിയോട് പഠിക്കാൻ ആഗ്രഹിച്ചു. ഒരുപാട് പേർ ശിവാനിയോട് പഠിച്ചിട്ട് ആഹാരമുണ്ടാക്കുന്ന മത്സരത്തിൽ അവർ ഫസ്റ്റ് പ്രൈസും വാങ്ങി. സുമൻ ഒരു സമ്പത്തുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു. അവൾക്ക് പാവപ്പെട്ടവരെ കണ്ടാൽ തീരെ ഇഷ്ടമില്ലായിരുന്നു. അവരോട് സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലായിരുന്നു. അവൾക്ക് താൻ ധനികയാണെന്നൊരു അഹങ്കാരമുണ്ടായിരുന്നു. സുമന്റെ വീട്ടിൽ ശിവാനി എന്ന പേരുള്ള ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. അവർക്കൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് കുസും. കുസും വളരെ നല്ലവളായിരുന്നു. പിന്നെ സത്യസന്ധയുമായിരുന്നു. ഒരു ദിവസം സുമന്റെ വീട്ടിൽ പാർട്ടി നടക്കുകയായിരുന്നു. സുമൻ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ ക്ഷണിച്ചു. പക്ഷെ കുഷനോട് അവിടെ വരരുതെന്ന് പറഞ്ഞു. കുസും, രാത്രി എന്റെ വീട്ടിൽ പാർട്ടിയുണ്ട്. നീയും നിന്റെ മമ്മിയും ഇവിടെ ഒന്നും വരരുതേ. എന്തു പറ്റി മുതലാളിയമ്മേ? എന്തുകൊണ്ട് ഞാൻ വരരുത്? എനിക്കും പാർട്ടിക്ക് വരാൻ ആഗ്രഹം. ഇല്ല ഇല്ല, നീയൊന്നും വരാൻ പാടില്ല. നീ ഒരു പാവപ്പെട്ടവളാണ്. പിന്നെ ഒരു കാശില്ലാത്തവൾ എന്റെ പാർട്ടിയിലോ? അതൊന്നും സാധ്യമേ അല്ല. കുസും വളരെ വിഷമത്തോടെ അവിടെ നിന്നും പോയി. വീട്ടിൽ ചെന്ന് ഒരുപാട് വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ അമ്മ അവിടെ എത്തി. കുസും, എന്തു പറ്റി മോളെ? നീ എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല അമ്മേ, സുമന്റെ വീട്ടിൽ പാർട്ടി. ഞാനും പാർട്ടിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. ഇന്ന് ഒരുപാട് വ്യത്യസ്തമായ ടേസ്റ്റുള്ള ഫുഡൊക്കെ അവര് കഴിക്കും. അതായത് ബർഗർ, പിസ്സ, മോമോ, ചാമീൻ. എനിക്കും ഇതൊക്കെ കഴിക്കണം. കണ്ണാ, നമ്മൾ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല മോളെ. നമ്മുടെ അടുത്ത് അത്രയും കാശില്ല മോളെ. പക്ഷേ നീ വിഷമിക്കല്ലേ, അമ്മ നിനക്ക് നല്ല രുചിയുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി തരാം മോളെ. അടുത്ത ദിവസം സുമന്റെ വീട്ടിൽ പാർട്ടി നടക്കുകയായിരുന്നു. അവിടെ അവളുടെ ഒരുപാട് കൂട്ടുകാർ വന്നിരുന്നു. കഴിക്കാൻ ഒരുപാട് വിധവിധമായ ആഹാരം ഉണ്ടായിരുന്നു. അതായത് ബർഗർ, പന്നീർ, പിസ്സ. എല്ലാരും പാർട്ടി എൻജോയ് ചെയ്യുകയായിരുന്നു. അന്ന് ഒരുപാട് ജോലിയായതുകൊണ്ട് ശിവാനി തളർന്നുപോയി. ശിവാനിക്ക് അസുഖം പിടിച്ചു. അവൾ കുസുമിനോട് പറഞ്ഞു, മോളെ, എനിക്ക് തീരെ സുഖമില്ല. നീ ഒന്ന് ചെയ്. ഇന്ന് നീ സുഗന്റെ വീട്ടിൽ ചെന്ന് ജോലി ചെയ്യുമോളെ. പിന്നെ എനിക്ക് സുഖമില്ലാത്ത കാര്യം അവരോട് പറയ്. കുസുമും അവിടേക്ക് പോയി. കുസുമിനെ കണ്ടപ്പോൾ സുമൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു, കുസും, ഇന്നലെ പാർട്ടി നല്ല ജോളിയായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു. ഇത് നല്ല കാര്യമല്ലേ? പാർട്ടിയെങ്കിൽ എൻജോയ് ചെയ്തല്ലേ പറ്റൂ. ആ, പാർട്ടിയിൽ കുറച്ച് ആഹാരം ബാലൻസ് വന്നു. നീ അത് എടുത്തുകൊണ്ടു പോ. എന്നിട്ട് കഴിച്ചോ. എന്തെന്നാൽ അത് അത്ര ടേസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ആരും കഴിച്ചില്ല. പക്ഷെ അത് ചീത്തയായി കാണില്ലേ? അതുകൊണ്ടെന്താ, നിന്നെപ്പോലെ ഉള്ളവർക്ക് അതൊക്കെ മതി. നിനക്കൊക്കെ ഇത് തന്നെ കിട്ടുന്നത് അധികമാ. നിങ്ങൾ അതൊക്കെയല്ലേ കഴിക്കുന്നത്? പരിപ്പ്, ചോറ്, റൊട്ടി. പിന്നെ ഇത്രയും സ്റ്റാൻഡേർഡായ ഫുഡ്, പിസ്സ, ചാമീൻ, റൊട്ടി നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇന്നലത്തത് കഴിച്ചോ. എനിക്ക് വിശക്കുന്നില്ല. അതുകൊണ്ട് നീ ടേസ്റ്റ് ചെയ്ത് നോക്കെന്ന് പറഞ്ഞു. നീയും ഓർമ്മ വെച്ചിരിക്കുമല്ലോ. കുസും ആ ആഹാരവും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവൾ അമ്മയോട് നടന്നതൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല മോളെ, ആ ആഹാരം നീ എന്റെ കയ്യിൽ താ. ആഹാര സാധനങ്ങളെ ഒരിക്കലും കളിയാക്കരുത്. ആഹാരം ഒരുപാട് കഷ്ടപ്പെട്ടാലേ കിട്ടത്തുള്ളൂ. കുഴപ്പമില്ല, പഴയതാണെങ്കിൽ എന്താ? ഞാൻ ഇത് വെച്ച് നിനക്കൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരാം മോളെ. പിന്നെ നീ ഇത് അടയാളം പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏതാണ് പഴയത്, ഏതാണ് പുതിയതെന്ന്. ശിവാനി ആഹാരവും കൊണ്ട് കിച്ചണിലേക്ക് പോയി. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഉണ്ടാക്കി. കുസും അത് കഴിച്ചിട്ട് പറഞ്ഞു, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അമ്മേ. നിങ്ങൾ ഈ ആഹാരത്തിനൊരു നല്ല രൂപം തന്നെ നൽകി. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ടമ്മേ. വേസ്റ്റ് ഫുഡിനെ പോലും നിങ്ങൾ ഇത്രയും രുചിയുള്ളതാക്കിയില്ലേ. എനിക്കിനി പണക്കാരുടെ ഫുഡൊന്നും വേണ്ട. എന്തെന്നാൽ പണക്കാർ ചെയ്യുന്ന ഫുഡൊക്കെ എന്റെ അമ്മയെ കൊണ്ടും ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കമ്മേ. എന്തുകൊണ്ട് നിങ്ങളൊരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തുകൂടാ? മോളെ, അത്രയും കാശിന് നമ്മൾ എവിടെ പോകാനാ? നമ്മുടെ വിശപ്പിനുള്ള ആഹാരം കിട്ടിയാലേ അതേ നമുക്ക് വലുതാണ് മോളെ. മോളെ, ഞാൻ നിന്റെയും അച്ഛന്റെയും വിശപ്പ് മാറ്റിയാൽ അതേ എനിക്ക് വലുതാണ് മോളെ. കുറച്ചു ദിവസത്തിന് ശേഷം ഗ്രാമത്തിൽ
ഒരു റെസിപ്പി കോമ്പറ്റീഷൻ നടന്നു. അതിൽ സുമനും ശിവാനിയും പങ്കെടുത്തു. ശിവാനി ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്തു. അപ്പോൾ സുമൻ, അപ്പോഴാണ് അവൾക്ക് അവളുടെ തെറ്റ് മനസ്സിലായത്. പിന്നെ അവൾ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ ആന്റി, ഞാൻ നിങ്ങളെ പാവപ്പെട്ടവർ അങ്ങനെ ഇങ്ങനെയെന്ന് ഒരുപാട് കളിയാക്കി. നിങ്ങൾ കാശില്ലെങ്കിലും പണക്കാരാണ്, പക്ഷേ ഞാൻ കാശുണ്ടായിട്ടും ഒരു പാവപ്പെട്ടവളാണ്. നിങ്ങളെ കൊണ്ട് ഓരോരോ വിഷയവും വളരെ ഭംഗിയായി മോഡിഫൈ ചെയ്യാൻ പറ്റുന്നു, പക്ഷെ എനിക്ക് ആഹാരം പോലും ചെയ്യാൻ അറിയില്ല. അങ്ങനെയൊന്നും പറയല്ലേ മോളെ, ഒരു ദിവസം നീയും നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും. പക്ഷെ ആരെയും അവമതിക്കല്ലേ, പ്രത്യേകിച്ച് ആഹാരത്തിന്റെ കാര്യത്തിൽ പാടില്ല. ശിവാനി കോമ്പറ്റീഷനിൽ ജയിച്ചതിന് ശേഷം സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് തുടങ്ങി. അവിടെ അവൾ വെസ്റ്റേൺ രീതിയിലുള്ള ഒരുപാട് ഫുഡുകൾ പാകം ചെയ്തു. അത് കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോഴാണ് കുസും അവിടേക്ക് വന്നത്. അവൾ പറഞ്ഞു, നിങ്ങൾ ഇത്രയും ടേസ്റ്റായി ആഹാരം ചെയ്യുന്നു, ഇതിനോടൊപ്പം നിങ്ങൾ എല്ലാവർക്കും ആഹാരം പാകം ചെയ്യാനും പറഞ്ഞു കൊടുക്കാമല്ലോ. എന്തെന്നാൽ സുമനെ പോലെയുള്ള ഒരുപാട് കുട്ടികൾക്ക് ആഹാരം ചെയ്യാൻ അറിയില്ല, അവരും പഠിക്കുമല്ലോ. അതേ കുസും, നീ പറയുന്നത് ശരിയാണ് ആന്റി, ഞങ്ങളെ പോലെയുള്ള പെൺകുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞങ്ങളും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പറഞ്ഞു തരുമല്ലോ? തീർച്ചയായും മോളെ, ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് കുക്കിംഗ് ക്ലാസ്സും എടുക്കാം. എന്നിട്ട് ആഹാരം ചെയ്യാനും നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ നിങ്ങളൊക്കെ അടിപൊളിയായി ആഹാരം ഉണ്ടാക്കും. പിന്നെ എല്ലാരും നിന്നെ പ്രശംസിച്ചു പറയും. ഒരു പെണ്ണ് തീർച്ചയായിട്ടും ആഹാരം ചെയ്യാൻ പഠിച്ചിരിക്കണം, അതാണ് അവർക്കുള്ള നല്ല ഗുണങ്ങളിൽ ഒന്ന്. എന്നിട്ട് ശിവാനി കുറെ കുട്ടികൾക്ക് ആഹാരം ചെയ്യാനും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ശിവാനി ഒരു വലിയ ധനികയായി. എന്നിട്ട് അവൾ വളരെ സന്തോഷത്തോടെ കുടുംബത്തോടെ ജീവിച്ചു. ശിവാനി ഇതുപോലെയുള്ള കുട്ടികൾക്ക് ആഹാരം ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. അവരോട് കാശ് വാങ്ങിക്കില്ല. പിന്നെ ശിവാനിയെ കുറിച്ച് നാടാകെ സംസാരിക്കാൻ തുടങ്ങി. റെസ്റ്റോറന്റിലേക്ക് എല്ലാവരും ആഹാരം കഴിക്കാൻ എത്തും. പിന്നെ ആർക്കൊക്കെ ആഹാരം ഉണ്ടാക്കാൻ അറിയില്ലയോ അവരെല്ലാരും ശിവാനിയോട് പഠിക്കാൻ ആഗ്രഹിച്ചു. ഒരുപാട് പേർ ശിവാനിയോട് പഠിച്ചിട്ട് ആഹാരമുണ്ടാക്കുന്ന മത്സരത്തിൽ അവർ ഫസ്റ്റ് പ്രൈസും വാങ്ങി.